പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒന്നാണ്, നമുക്ക് ആപ്പ് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. വൈഫൈ ആണ്, ഇൻ്റർനെറ്റ് ആണ്, നല്ല സ്പീഡുണ്ട്, പക്ഷേ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വളരെ സ്പീഡായിട്ട് ഡൗൺലോഡ് ആകുന്നില്ല, മാത്രമല്ല അതിങ്ങനെ പെൻഡിങ്ങിൽ എന്ന് കാണിക്കുകയാണ്, ഡൗൺലോഡ് സ്റ്റാർട്ടാകുന്നില്ല എന്നൊക്കെ പല ആളും പറയാറുണ്ട്. ഒരുപാട് നേരത്തെ നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ. ഈ സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് എബൌട്ട് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം പ്ലേ സ്റ്റോർ വേർഷൻ എന്നുള്ള ഭാഗം. ഇതിൽ നേരെ താഴെ ഭാഗത്ത് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് കാണും. സാധാരണ നമ്മൾ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ ആരും പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ് ടു ഡേറ്റ് എന്നുള്ള ഒരു പോപ്പപ്പ് കാണും. ഇവിടെ അണ്ടർസ്റ്റുഡ് എന്നുള്ള ഭാഗത്ത് താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയി. ഇനി നിങ്ങൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ കിട്ടും, മാത്രമല്ല പെൻഡിങ് കാണിക്കില്ല. പക്ഷേ ചില ആളുകൾക്ക് വീണ്ടും പെൻഡിങ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന ഒരു സെറ്റിങ്സ് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആപ്സ് എന്ന് ചില മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളും കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഏറ്റവും മുകളിൽ പ്ലേ സ്റ്റോർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. പ്ലേ സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അത് അവിടെ കാണും. ഈ പ്ലേ സ്റ്റോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സ്റ്റോറേജ് യൂസേജ് എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഡാറ്റയും നഷ്ടപ്പെടില്ല. പ്ലേ സ്റ്റോർ അതുപോലെ ഉണ്ടാകും. ഇത് വരും. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ക്ലിയർ ഡാറ്റ കൊടുക്കുകയാണ്. ക്ലിയർ ഡാറ്റ കൊടുക്കുമ്പോൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആ ഡാറ്റ ക്ലിയർ ചെയ്തു. ഇനി ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ പുതുതായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന പോലെ ഒന്ന് ലോഡ് ചെയ്ത് നിങ്ങളുടെ ഡാറ്റകളൊക്കെ വീണ്ടും റിക്കവർ ചെയ്ത് പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരും. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പുതുതായിട്ടുള്ള പ്ലേ സ്റ്റോർ പോലെയാണ്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ നേരത്തെ ഉപയോഗിച്ച എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ ഇതിനകത്തുണ്ട്. പ്ലേ സ്റ്റോർ ആപ്പുകളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ പറക്കും. ആപ്പുകളൊക്കെ വളരെ വേഗത്തിൽ ഇൻസ്റ്റാൾ ആകും. പെൻഡിങ് എന്നുള്ള പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.